പൊതുവെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശേഷി വെച്ച് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ നമുക്ക് കഴിയില്ല. സാധാരണ സർക്കാരിൻ്റെ ഒരു രീതി ബജറ്റിലൂടെ ഏറ്റെടുക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ബജറ്റ് നിലവിലുള്ള സാമ്പത്തിക ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബജറ്റിനെ മാത്രം ആശ്രയിച്ചാൽ പല കാര്യങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും നീണ്ടു പോകും, അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടതായി വരും. ഇതിനെങ്ങനെയാണ് അറുതി വരുത്താൻ കഴിയുക? ഈ വലിയ ആവശ്യങ്ങൾ നാടാകെ നാട്ടുകാരാഗ്രഹിക്കുന്ന പലതരത്തിലുള്ള സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കാനാകും? അത് ആ ആലോചനയാണ് ഇപ്പോഴല്ല, 2016 അധികാരത്തിൽ വന്നപ്പോൾ ആലോചിക്കാനിടയായത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സാമ്പത്തിക സ്രോതസ്സ് വേണം, എങ്കിലേ ഈ ആവശ്യങ്ങളാകെ നിറവേറ്റാനാവും. അങ്ങനെയാണ് മറ്റൊരു സാമ്പത്തിക സ്രോതസ്സ് എന്ന തരത്തിൽ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അന്ന് 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ ആ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കാനാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിച്ചത്. നമ്മുടെ ആവശ്യങ്ങൾ വലുതായിരുന്നു. വലിയ തോതിലുള്ള നിർബന്ധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വന്നു. എല്ലാ കാര്യങ്ങളും പരിഗണിക്കാവുന്നവ എന്ന ഗണത്തിൽപ്പെടുന്നവയാണ്. അങ്ങനെ 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ അത് തുടരുകയാണ്. ഇപ്പോഴത് 90,000 കോടി രൂപയുടെ പദ്ധതികളാണ്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടേതായ സാക്ഷ്യപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മനോഹരമായ കെട്ടിടങ്ങൾ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ, വിദ്യാലയങ്ങളിലെ വിവിധ സൗകര്യങ്ങൾ, നമ്മുടെ ആർദ്രം മിഷൻ്റെ ഭാഗമായി കേരളത്തിൽ ആരോഗ്യരംഗത്ത് നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികൾ, നിരവധി കെട്ടിടങ്ങൾ, നിരവധി റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ. അതിലൊന്നാണ് 130ഓളം കിടക്കകളോടെയുള്ള അത്യാധുനിക രീതിയിലുള്ള ഈ കെട്ടിടം. ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യത്തിന് പുറമെ എക്സ്റേ, അൾട്രാസൗണ്ട്, ലാബ് സൗകര്യങ്ങൾ, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ
ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ആർദ്രം മിഷനിലൂടെ പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ അത് എത്ര കണ്ടാണ് കേരളത്തെ മാറ്റിയത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. കോവിഡ് വന്നപ്പോൾ കോവിഡിന് മുന്നിൽ ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തി. എല്ലാവിധ സമ്പൽ സമൃദ്ധിയുടെ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങൾ പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തുന്നത് നാം കണ്ടു. എന്നാൽ ആ ഘട്ടത്തിൽ കോവിഡിൻ്റെ മൂർധന്യദശയിൽ പോലും നാം കേരളത്തിൽ ആരോഗ്യരംഗത്തൊരുക്കിയ സൗകര്യങ്ങളെ കോവിഡിനെ കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലും നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡ് ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ പോലും ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്ററുകൾ ഒഴിവില്ലാത്തതുകൊണ്ട് ലോകത്ത് പലയിടത്തും സംഭവിച്ച കാര്യങ്ങൾ നാം കേട്ടതാണ്. അത്തരത്തിലുള്ള ഒരു ഹീന സംഭവവും കേരളത്തിലുണ്ടായില്ല. എല്ലാം നമുക്ക് നേരിടാൻ കഴിഞ്ഞത് കോവിഡ് വരും എന്ന് കണക്കാക്കി തയ്യാറെടുത്തുകൊണ്ടല്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ലഭ്യമാകണം എന്ന ധാരണയോടെ കേരളത്തിലെ ആശുപത്രികൾ കൂടുതൽ സജ്ജമാക്കുന്നതിന് ആർദ്രം മിഷൻ മുഖേന നടപ്പാക്കിയ പരിപാടികൾ, അതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയെന്ന് മാത്രമല്ല, താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കി. ഇതിൻ്റെ എല്ലാം തുടർച്ച നമ്മുടെ നാടിനാകെ അഭിമാനിക്കാവുന്ന രീതിയിൽ ആരോഗ്യമേഖല നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നതെന്നാണ് കാണാൻ കഴിയുക. നേരത്തെ തന്നെ നമ്മുടെ നവജാത ശിശുമരണ നിരക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയെത്തി? ഇപ്പോഴത് ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളെ കവച്ചു വെക്കുന്ന നിലയിലേക്ക് എത്തി. അമേരിക്കയിലെ നവജാത ശിശുമരണ നിരക്ക് 5.6 കേരളത്തിൻ്റേത് 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കവച്ചു വെക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഓർക്കണം, രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി 25. അതേസമയം ആയുർദൈർഘ്യം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായി. മാതൃമരണ നിരക്ക് അതും വലിയ തോതിൽ കുറക്കാനായി. ഇതെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേടിയ മഹത്തായ നേട്ടങ്ങളാണ് കാണിക്കുന്നത്. ആ പട്ടികയിൽ കുണ്ടറയും സ്ഥാനം പിടിക്കുകയാണ്.